മലപ്പുറം കുടുംബ കോടതി പരിസരത്ത് ഭാര്യാമാതാവിനെ മരുമകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വണ്ടൂർ പോരൂർ സ്വദേശി ബൈജുവാണ് ഭാര്യാമാതാവ് ശാന്തയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജംഷീർ കൊടഞ്ഞ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈ പരിക്കേറ്റ ശാന്തയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ പരിക്കേറ്റ ശാന്തയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബൈജുവും ഇയാളുടെ ഭാര്യയും തമ്മിൽ 2023 മുതൽ തന്നെ മലപ്പുറം കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൻ്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇയാളും അതോടൊപ്പം തന്നെ കുടുംബവും കോടതിയിലെത്തിയത്. ഈ കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി പുറത്തിറങ്ങി ഏതാണ്ട് 1:15 കൂടി പുറത്തിറങ്ങിയ സമയത്താണ് ഇയാൾ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുന്നത്. അതായത് ആദ്യം ഇയാൾ വന്ന ഓട്ടോറിക്ഷ ഇവരെ ഇടിപ്പിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിൽ ഇയാളുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ഓട്ടോയിൽ കരുതിയിരുന്ന ആയുധങ്ങൾ, അതായത് കത്തിയടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് 2 ആയുധങ്ങളുണ്ടായിരുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ആദ്യം ഇവരുടെ ശാന്തയുടെ തലമുടി ആണ് വെട്ടുകൊണ്ടത്. തലമുടി പൂർണ്ണമായും അവിടെ വീഴുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് കൈക്കും കാലിനുമെല്ലാം ആഞ്ഞു വെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടരെ വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്നാണ് ആദ്യം മലപ്പുറം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. ഈ പ്രതിയെ നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ശരി, ജംഷീർ കൊടഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.